ഡി രാജ സിപിഐ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയും. പ്രായപരിധി നിബന്ധന കർശനമാക്കിയേക്കും. അടുത്ത സെക്രട്ടറിയായി AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗറാണ് മുഖ്യ പരിഗണനയിലുള്ളത്. ബിനോയ് വിശ്വം, രമാകൃഷ്ണ പാണ്ഡെ എന്നിവരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. സജു തോമസ് ചേരുന്നു. സജു, എപ്പോഴായിരിക്കും ഡി രാജ സ്ഥാനമൊഴിയുന്നത്? ആർക്കായിരിക്കും അടുത്ത പദവിയിലേക്കുള്ള അവസരം? ധന്യ, എന്തായാലും ഡി രാജ പ്രായപരിധി അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. 75 വയസ്സ് പൂർത്തിയായവർക്ക് പ്രായപരിധി കർശനമാക്കണമെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഡി രാജ ഒഴിയുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഡി രാജ ഒഴിയുന്ന പശ്ചാത്തലത്തിൽ AITUC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അമർജിത് കൗറിനെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പഞ്ചാബ് സ്വദേശിനിയാണ് അമർജിത് കൗർ. അമർജിത് കൗറിന് 73 വയസ്സാണ്. ആദ്യമായിട്ടായിരിക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത ഉണ്ടാവുക. അതൊരു ചരിത്രപരമായ നീക്കമായിരിക്കും. എന്തായാലും 2025 CPI 100 വർഷം പൂർത്തിയാക്കുന്നത്. 100 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഒരു വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാകുക എന്നുള്ളത് അത് ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നേട്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അമർജിത് കൗറിന്റെ പേരാണ് മുഖ്യ പരിഗണനയിലേക്കുള്ളത്. അമർജിത് കൗറിനെ പരിഗണിച്ചില്ലെങ്കിൽ ഒഡീഷ സ്വദേശിയായ രാമകൃഷ്ണ പാണ്ഡെയുടെ പേര് ഇപ്പോൾ പരിഗണനയിലായിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ദേശീയ കോൺഗ്രസിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ചണ്ഡീഗഡിലാണ് സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിലായിരിക്കും കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിൽ 10 അംഗ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഈ ഒരു പാർട്ടിയിലെ പ്രായപരിധി വിവാദങ്ങൾ അത് വലിയ രീതിയിൽ കത്തിയ സാഹചര്യത്തിൽ ദേശീയ തലത്തിലും അത് ഉണ്ടാകണമെന്നുള്ള ആവശ്യങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എന്തായാലും ദേശീയ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി രാജ മാറണമെന്നുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും പുറത്തു വന്നത്. ഡി രാജ മാറാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയായിരിക്കണം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുമുള്ള അമർജിത് കൗറിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമോ എന്നുള്ള ചോദ്യം മറുവശത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് 73 വയസ്സാണുള്ളത്. AITUCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പഞ്ചാബ് സ്വദേശിനിയാണ്. അതല്ലെങ്കിൽ രാമകൃഷ്ണ പാണ്ഡെ തന്നെയായിരിക്കും പരിഗണിക്കുക. എന്തായാലും P. സന്തോഷ് കുമാർ MP ആണ്. അദ്ദേഹത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള പരിഗണിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച കൂടുന്ന ദേശീയ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവുക. ശരി സജു.